അനുസ്യൂതം തുടരുമീ പ്രയാണം. മോഹങ്ങൾ വിളയുന്ന കനവിന്റെ പാടങ്ങൾ കൊയ്തെടുത്തിടാൻ പോകാം. കാണാമറയത്തെ കാണാൻ ദേശങ്ങൾ മാടി വിളിക്കുന്നു ദൂരെ. പ്രയാണം 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 പ്രയാണം. കുടിയേറ്റക്കാരുടെ വരവോടെ ചിറ്റാരിക്കാൽ തോമാപുരം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1949 30ഓളം കുടുംബങ്ങൾ ഇവിടെ അധിവസിച്ചിരുന്നു. താമസം വിന ചിറ്റാരിക്കാലിൻ്റെ പരിസര പ്രദേശങ്ങളായ ചെറുപുഴ, മണ്ഡപം, കടുമേനി, പാലാവയൽ, നർക്കിലക്കാട്, കണ്ണിവയൽ, വെള്ളരിക്കുണ്ട്, രാജഗിരി എന്നിവിടങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. മംഗലാപുരം ലത്തീൻ രൂപതയുടെ കീഴിൽ തീരപ്രദേശങ്ങളായ നീലേശ്വരം, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ പള്ളികളും വിദ്യാലയങ്ങളും 1945 മുൻപ് തന്നെ ഉണ്ടായിരുന്നു. മംഗലാപുരം രൂപതയ്ക്ക് വേണ്ടി 150 ഏക്കർ സ്ഥലം ചിറ്റാരിക്കാലിൽ വാങ്ങിയിരുന്നു. പള്ളിക്കു വേണ്ടി വാങ്ങിയ സ്ഥലമായതിനാൽ അവിടം പള്ളിക്കുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രസ്തുത സ്ഥലം പിന്നീട് കുടിയേറ്റക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. നീലേശ്വരം വികാരിയും മംഗലാപുരം സ്വദേശിയുമായിരുന്ന ബഹുമാനപ്പെട്ട ജെറോം ഡിസൂസ അച്ഛനാണ് ആദ്യമായി ചിറ്റാരിക്കാലിൽ ദിവ്യബലി അർപ്പിച്ചത്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായിരുന്ന കാലത്ത് ഏറെ വിളനഷ്ടമുണ്ടായിട്ടുണ്ട് ഇടമുളയിൽ കുടുംബത്തിന്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ധാരാളം സഹിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിരാശയോ തിരിച്ചു പോകാനുള്ള തോന്നലോ ഉണ്ടായിട്ടില്ല എന്ന് ഇ.കെ. കുര്യാക്കോസ് പറഞ്ഞു. അന്ന് ഇവിടെ പണിയെടുക്കാനുണ്ടായിരുന്ന ആളുകളെല്ലാം ഹരിജൻസായിരുന്നു. അവരെല്ലാം കുഞ്ഞിക്കോമൻ അതുപോലെയുള്ള ജന്മിമാരുടെ അണ്ടറിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അത്യാവശ്യം നമുക്കും പണിയാൻ ആളുകളെ കിട്ടി. പക്ഷേ പണിയെടുക്കാൻ ആളുകളെ കിട്ടിയെങ്കിലും നമുക്കതിന് മാത്രം പൈസ മുടക്കി പണി കൊടുത്ത് അവരുടെ വല്ലിയും കൂലിയും കൊടുത്തിട്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യവും ചുറ്റുപാടും ഉണ്ടായിരുന്നതുകൊണ്ട് അധിക പണി ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അന്നത്തെ ഈ നാട്ടിലെ പണികൂലികളെ പറ്റി ഒന്ന് പറയാമോ? പണിക്കൂലി കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിൽ 8 അണ മുതൽ 14 അണ വരെ ഉള്ള ഒരു എന്നാണ് എൻ്റെ ഓർമ്മ. ഭക്ഷണം, കാപ്പിയും ഉച്ചയ്ക്ക് ചോറും, വീണ്ടും വൈകുന്നേരം ഒരു എന്തെങ്കിലും ഭക്ഷണവും കൊടുത്തിട്ട് ഏതാണ്ട് 5:30 മണി 6 മണി വരെ അന്ന് ആളുകൾ പണിയെടുത്തിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കണ്ടായിരുന്നു അന്ന്? വന്യമൃഗങ്ങളുടെ ശല്യം ഏറ്റവും രൂക്ഷമായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം വന്ന വർഷം തന്നെ സ്ഥലവും വാങ്ങിച്ച് കൃഷിക്കുള്ള ഇതെല്ലാം ഇറക്കിയതിന് ശേഷം വിളവെടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും വിളവ് ഞങ്ങൾക്കെടുക്കാൻ കിട്ടിയില്ല. എല്ലാം മലാനും പന്നിയും കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ പോലും പിൽക്കാലങ്ങളിൽ, അതായത് വരാൻ പോകുന്ന വർഷം മുതൽ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണിയെ ആശ്രയിക്കേണ്ടി വന്ന സ്ഥിതിയായിരുന്നു. ഈ ഒരു വരുമാനം എല്ലാം പോയതുകൊണ്ടല്ലേ? അതെ. വന്യമൃഗങ്ങളെ പിന്നെ ഓടിക്കാനും വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നില്ല കാലത്ത്? അന്ന് മാടം കെട്ടി ഒരു ചെണ്ട പോലെയുള്ള തടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഇതിട്ട് രാത്രിയിൽ ഉറക്കം വിളച്ചിരുന്ന് അടിച്ചോടിച്ച് അതിൻ്റെ ഒച്ച കേട്ട് മലാനെയും പന്നിയും ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് കൃഷി സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും മൃഗങ്ങളും അത് കൂട്ടാക്കിയില്ല. അല്ല, വന്ന് ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ തിരിച്ചു പോകണമെന്ന് ചാച്ചന് വന്നിട്ടുണ്ടോ? തിരിച്ചു പോകണമെന്ന് ഒരിക്കലും വന്നിട്ടില്ല. വളരെയധികം ദാരിദ്ര്യവും വിഷമങ്ങളും ഉണ്ടായിരുന്ന സമയത്തും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് ഒരിക്കലും ചിന്തിച്ചതായി എനിക്ക് ഓർമ്മയില്ല. അന്ന് എത്ര വില കൊടുത്ത ഈ ഭൂമി ഇവിടെ വാങ്ങിയത്? 1 ഏക്കറിന് 25 രൂപയ്ക്ക് മറുവാട്ടം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നെങ്കിലും ചാച്ചന് മറുവാട്ടം എടുക്കുന്ന കാര്യത്തിൽ
താല്പര്യമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആളുകൾ ശരിയായ രീതിയിൽ ധരിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം 400 രൂപ ഏക്കറിന് അന്ന് സ്ഥലം വാങ്ങിച്ച്, ജന്മഭൂമി വാങ്ങിച്ച് അതിലാണ് കൃഷി ചെയ്തത്. അതിനുവേണ്ടി കൊണ്ടുവന്ന 2000-ലധികം രൂപയിൽ 1951 വന്ന് ഞങ്ങൾക്ക് പോലും അതുകൊണ്ട് അധികം ഏക്കർ സ്ഥലങ്ങൾ വാങ്ങിക്കാനോ കൃഷി ചെയ്യാനോ സാധിച്ചില്ല. ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോർത്തോ ഒരു കല്ല് പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്ലേറ്റോ ആകെപ്പാടെയുള്ള ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ബുക്കുമായിട്ട് മാത്രമൊക്കെയാണ് പോകുന്നത്. ചൂടാൻ കുടയില്ല, ചേമ്പല വെട്ടി പോയിട്ടുണ്ട്. ചെറിയ ചെറിയ തോടുകളും ആറുകളും ഉള്ള സ്ഥലത്ത് പോലും കടക്കാൻ നിവൃത്തിയില്ലാതെ പല ദിവസവും സ്കൂളിൽ പോകാതെ തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മുള കൊണ്ട് നാട്ടുകാർ ഒരുമിച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുള്ള പാലമെന്ന് ഇപ്പം വിളിക്കാവുന്ന ഒരു വസ്തുവിൽ കടന്നാണ് ചിറ്റാരിക്കാൽ ടൗണിൽ തോമാപുരം പള്ളിയിലും സ്കൂളിലും പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും തോമാപുരം സ്കൂളിൻ്റെ തറ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാനുമായിട്ടുള്ള കലപ്പ എന്ന മുണ്ടശ്ശേരിയുടെ കൃതിയിൽ അന്ന് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മാതിരിയുള്ള ഒരു കലപ്പയിൽ ആളുകളെ വെച്ച് കെട്ടി വലിച്ചാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ചിറ്റാരിക്കാലിൻ്റെ പ്ലേ ഗ്രൗണ്ടും ചിറ്റാരിക്കാലിൻ്റെ ഏതാണ്ട് സ്വരൂപവും നമുക്ക് ലെവലായി കിട്ടിയത്. ഒരുപക്ഷെ മലബാറിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ? മലബാറിലേക്ക് വന്നില്ലെങ്കിൽ ഇത്ര വലിയ ഒരു ജനസംഖ്യ തീറ്റിപ്പോറ്റാനുള്ള ഒരു കുടുംബ സ്ഥിതി ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്തോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തോ ഈ കുട്ടികളെ തീറ്റിപ്പോറ്റി കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തും സംഭവിക്കാം. അന്ന് ഗൾഫ് രാജ്യങ്ങളോ അതുപോലെയുള്ള ജോലി സാധ്യതകളോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്കോ ഒരു ഉന്നത വിദ്യാഭ്യാസമോ കിട്ടാനുള്ള ചാൻസുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഇന്നത്തേതിലും വളരെ മോശമായ സ്ഥിതി ആയിരുന്നായിരിക്കും ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന കാലങ്ങളിൽ വീട്ടുസാധനങ്ങളും മറ്റും വാങ്ങാൻ കിലോമീറ്ററുകളോളം നടക്കേണ്ടിയിരുന്നതായി പി.ജെ. ത്രേസ്യാമ്മ പറഞ്ഞു. 1951 ചിറ്റാരിക്കൽ സ്കൂളിൽ അധ്യാപികയായി ത്രേസ്യാമ്മ ടീച്ചർ എത്തിയത്. ഈ വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ എന്തായിരുന്നു വഴിയെന്ന്? അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ചെറുപുഴ പോകും. ചെറുപുഴ ഒരു ചെറിയ ടൗണാണ്. അവിടെ പോയാൽ കുറച്ച് സാധനമൊക്കെ കിട്ടും. അവിടെ നിന്ന് കിട്ടാത്ത സാധനം ഇത്രയും പഠിച്ചാൽ പോകണം. പഠിച്ചാൽ പോയാൽ മിക്ക സാധനം തന്നെ കിട്ടും. ഇനി അവിടെ നിന്നും കിട്ടിയില്ല പിന്നെ പയ്യന്നൂർ പോകണം. അല്ലാതെ ഇടയ്ക്കൊന്നും ഒന്നുമില്ല. ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്? പഠിച്ചാലിനും പോകണമെങ്കിലൊക്കെ നടന്നു പോകണം. അല്ലാതെ മറ്റു യാതൊരു മാർഗം റോഡിൽ വഴിയില്ലാതെ എങ്ങനെ പോകും? അതുകൊണ്ട് വഴിയില്ലായിരുന്നു ആദ്യം. പിന്നെ ഒരു 5-6 കൊല്ലം കൊണ്ട് പതുക്കെ ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ടാക്കി. അത് ആദ്യം നടപ്പ് വഴിയായിരുന്നു. പിന്നെ അത് ചെറിയ റോഡാക്കി. വഴി ഒരു വണ്ടിയൊന്നുമില്ല. പിന്നെ ഈ കൊച്ചേട്ടൻ എന്ന് പറയുന്ന ഇത് പേര് കണ്ടൊരു കൊച്ചേട്ടനാണ്. മനസ്സിലാവിലും തയ്യിലെന്നോ കണ്ടൊരു കൊച്ചേട്ടനൊരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു മുറിയൻ വണ്ടി എന്ന് പറയാം. വണ്ടിയിട്ട് കൂടി അതിന് അത് പുത്തുരുത്തം കൊണ്ടുപോകാൻ പറ്റുന്ന വഴിയൊക്കെ ഉണ്ടാക്കി. ആദ്യം വന്ന ആളുകളൊക്കെ വന്നു കഴിയുമ്പം എല്ലാവർക്കും ഇങ്ങനെ കുടിയേറ്റം വന്നുകൊണ്ടിരുന്നത് കൊണ്ട് വന്നവർ ചെറിയ വഴിയൊക്കെ ഉണ്ടാക്കി അത് ഒരു റോഡായി തീർത്തു. പിന്നെ അത് കുറേ കാലം കൊണ്ട് ചെറിയ വഴി കുറച്ച് വലുതാക്കി. പിന്നെ അത് വീണ്ടും വലുതാക്കി. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി ആദ്യം നടവഴി മാത്രം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ പ്രസവ കേസൊക്കെ പ്രസവ കേസൊന്നും വളരെ കുറവായിട്ടാന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരികയുണ്ട്. കുടിയേറ്റ ആദ്യകാലത്തൊക്കെ ഇവിടെ പ്രസവം കുറവായിരുന്നു. അങ്ങനെയുള്ളവരൊന്നും ഇങ്ങോട്ട് വരാൻ വിഷമമാണ്. ആശുപത്രി വേണമെങ്കിൽ പഠിച്ചാലും വലിയ ആശുപത്രിയിട്ട് പയ്യന്നൂരോ മംഗലാപുരോ പോകണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് പ്രസവിക്കാറായവരെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇവിടെയുള്ളവരൊക്കെ ഉള്ളവർ തന്നെ അങ്ങനെ ഗർഭിണികളാണെങ്കിൽ നാട്ടിൽ കൊണ്ട് വിടുകയാണ് പതിവ്. നാട്ടിലോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് സൗകര്യമുള്ള ദൂരെയുള്ള ഒന്നേ പയ്യന്നൂർ പുത്തൂരുന്ന സൗകര്യമുള്ളൂ. ഒന്നേ മംഗലാപുരം. ഇവിടെ എല്ലാവരും തന്നെ മംഗലാപുരമാണ്. ഇവിടുത്തെ വലിയ ആശുപത്രി മംഗലാപുരമാണ്. ഇവിടെ നമുക്ക് പോകാൻ അടുത്ത ഉള്ള വലിയ ആശുപത്രി മംഗലാപുരമാണ്. അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്.
പുറപ്പാടിന്റെ ചരിത്രമാണ് മനുഷ്യൻ്റേത്. സ്വന്തം നാടും വീടും ഉറ്റവരെയും ബന്ധുക്കളെയും വിട്ട് മനക്കരുത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പിൻബലത്തിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന കൊടുങ്കാടുകൾ ഭക്ഷ്യധാന്യങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വിളഭൂമിയാക്കി മാറ്റിയ ഒരു ജനതയുടെ വിജയഗാഥയാണ് ഇടുക്കിയുടെ ചരിത്രം. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, തൊടുപുഴ, പീരുമേട് താലൂക്കുകളിൽ നിന്നുള്ളവരായിരുന്നു കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും. സ്വന്തം വീടുകളിലെ പട്ടിണി അകറ്റുന്നതിനും കൂടുതൽ കൃഷിഭൂമി കണ്ടെത്തുന്നതിനുമായി എത്തിയവർ, മണ്ണിൽ അധ്വാനിക്കാൻ മാത്രം അറിയാവുന്ന ജനങ്ങൾ, കാർഷിക വൃത്തി മതമായി സ്വീകരിച്ചവർ, ദൈവാരാധനയായി കണ്ടവർ. റോഡോ വാഹനങ്ങളോ ഒന്നുമില്ലാതിരുന്ന കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ രോഗികളെയും മറ്റും കിലോമീറ്ററുകളോളം ചുമന്ന് ഉടുമ്പന്നൂർ എന്ന സ്ഥലത്തെത്തിച്ച് അവിടെ നിന്നും വല്ല വാഹനത്തിലോ മറ്റോ ആശുപത്രികളിൽ എത്തിക്കാറായിരുന്നു പതിവെന്ന് എ ജോസഫ് പറഞ്ഞു. ഇവിടെ ആദ്യമായിട്ട് വാഹനം വരുന്നത് അതൊക്കെ ഒന്ന് ഓർമ്മയുണ്ട്? ആദ്യം വാഹനം വരുന്നത് 60-ലാണ്. 60 ആദ്യമായിട്ട് ഇവിടെ വാഹനം വരുന്നത് കോതമംഗലം പിതാവിൻ്റെ വാഹനം. പിന്നെ ഈ വല്ലപ്പോഴൊക്കെ ഓരോ ജീപ്പ് വന്നു പോകുമായിരുന്നു. അതിൻ്റെ പിറ്റേ കൊല്ലം തുടിയമ്പളത്തിൽ തന്നെ ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ റോഡ് വെട്ടിയത്. ഉടുമ്പന്നൂർ ഞങ്ങൾ ആദ്യകാലത്ത് കയറി വന്നുകൊണ്ടിരുന്ന റോഡ് അത് വെട്ടി ഈ വാട്സപ്പിലേക്ക് മുട്ടിച്ച് പിന്നെ അതിൽ വണ്ടി വരുമായിരുന്നു. പിന്നെ അന്ന് അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഇടിച്ചിപ്പണിയുടെ സമയമായി. ഇടിപ്പിപ്പണിയുടെ സമയത്ത് മിക്കപ്പോഴും പലയിടത്തും വണ്ടികൾ വരികയും ചെയ്യും. പിന്നെ 66-ലാണ് ബസ് സർവീസ് ഇവിടെ തുടങ്ങുന്നത്. എവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു ബസ്? തൊടുപുഴയ്ക്ക്. അന്ന് ബസ്സിന് മിനിമം ചാർജ് 10 പൈസയാണ്. അതായത് മനുഷ്യക്കാരിൽ നിന്ന് ഇടുക്കി വരെ പോകാം, ഇടുക്കിയിൽ നിന്ന് പൈനാവ് വരെ പോകാം ഈ 10 പൈസയ്ക്ക്. നിങ്ങളുടെ ഒരു കുട്ടിക്കാലമൊക്കെ ഇവിടെ തന്നെയാണല്ലോ. 3 വർഷത്തിന് ശേഷം ഇവിടെ കുറേ വേറെ കുട്ടികളൊക്കെ ആയി. നിങ്ങളുടെ ഒരു പിന്നെ പ്രായമായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു വിനോദോപാധികൾ എന്തൊക്കെയായിരുന്നു? പ്രത്യേകിച്ച് വിനോദോപാധികളൊന്നുമില്ല. അതായത് കുറേ കന്നേലിയുണ്ട്, അനിയന്മാരുണ്ട്, ഇവരെയൊക്കെ നോക്കിയുള്ള ജീവിതമായിരുന്നു. അത് കാരണം കൂടുതൽ വിനോദത്തിനൊന്നും പോയിട്ടില്ല. ക്ലബ്ബുകൾ, നാടക, സിനിമ ഇല്ല, അതൊന്നുമില്ല. അവിടെ ആദ്യമായിട്ടൊരു കലാപരിപാടി കണ്ടെന്ന് പറഞ്ഞാൽ കോതമംഗലം പിതാവ് വന്നപ്പോൾ ഈ പള്ളിയിലൊരു കലാപരിപാടിയൊക്കെ വെച്ചു. അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അതിനുമുമ്പ് ഇങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. അതായത് അവനവൻ്റെ പണിയെടുക്കുന്നു, കൂലിപ്പണിക്ക് വന്നൊരു കൂലിപ്പണി കഴിഞ്ഞു, വീട്ടിൽ വന്നു, കുടിയും കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിച്ചു. അവിടെ പണി എന്തായിരുന്നു? പറമ്പിൽ പണി എന്താ ഉണ്ടായിരുന്നു? പറമ്പിൽ പണി എന്നെ സംബന്ധിച്ചൊക്കെ കന്നാലിയോട്ടും അനിയന്മാരെ നോട്ടും പിന്നെ ഈ പണിയെടുക്കാറൊക്കെ ഈ തെരുവ് പണിയായിരുന്നു. അത് അമ്മ പുല്ല് മുറിക്കും, ഞാൻ ഞങ്ങളൊക്കെ ചോക്കാൻ പോകും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യകാലത്തൊക്കെ പിന്നെ ഇവിടെ യാത്രയുടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. വേറെ യാത്ര ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് ഇത്തിരി അത് അന്നൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഈ കഴ വെട്ടി ആളെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഉടുമ്പന്നൂർ കൊണ്ടുപോകണം. എപ്പോഴും വണ്ടിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉടുമ്പന്നൂർ അല്ലാതെ വിമലേരിയിൽ നിന്ന് ഒരാളെ ചോന്നുകൊണ്ട് വാട്സപ്പിൽ നിന്ന് അവർ 5 മണി കഴിഞ്ഞ് അവിടെ നിന്ന് കൊണ്ടിരുന്നത് വിമലേരിയിൽ നിന്ന്. ഈ കുറ്റി ഇല്ലി വെട്ടിയപ്പോൾ ഇല്ലി തുളഞ്ഞു കയറി കുറ്റിച്ചാഴി കാലങ്ങൾ നൊത്തുപോയായിരുന്നു. ഈ മനുഷ്യനെയും കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് വാട്സപ്പിൽ ഒന്നായിട്ട് പെട്രോൾ മാക്സും മേടിച്ചു, ഏതാണ്ട് ലൈറ്റും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അന്ന് ഈ ഈറ്റച്ചൂട്ടില്ല. എല്ലാവരും ഒരു 10-15 പേരുണ്ടായിരുന്നു. ഇങ്ങനെ പോയി ഈ എല്ലാവരുടെയും കയ്യിൽ ടോർച്ച് കൊണ്ട് പെട്രോൾ മാക്സ് ഉണ്ട്, നല്ല വെട്ടത്തോടു കൂടി പോയി കോട്ടുപാള എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഇവർ പുള്ളിനെ അവിടെ ഇറക്കി കിടത്തി, അവിടെ കിടത്തിയിട്ട് വീഡിയോ വലിക്കുന്നവർ വീഡിയോ വലിച്ചു, മുറുകൊണ്ടേരും ഒക്കെ മുറുക്കി. ഇപ്പോൾ ഏറെക്കുറെ പാതിര ആയ സമയമാണ്. വഴി ഇത്ര ദുർഘടം പിടിച്ചല്ല, അന്ന് റോഡൊന്നുമില്ല. ആ പോകുന്ന സമയത്ത് ഈ വെട്ടം കണ്ടുകൊണ്ട് ഒരു ആന വന്ന് ഈ പെട്രോൾ മാക്സ് എടുത്ത് ഒറ്റ ഇടല. അപ്പോൾ ഈ കൈ പൊള്ളിക്ക ഇത് കൂട്ടിപ്പിടിക്കുമ്പോഴേ ആനയ്ക്ക് പറയാൻ നല്ല പോകാനാണ്. അതാണ് ആന കാറിക്കൊണ്ട് ഈ ലൈറ്റും നടത്തിയിട്ടു. ആനയുടെ പാട്ടിനും പോയി. ജനങ്ങൾ 4 വശത്തോടെ ഓടി ഇതെല്ലാം കഴിഞ്ഞ് കഴുതപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ ഒച്ചയും വെള്ളം കേട്ട് ഇവിടെ വരുന്നു.
വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കവിഞ്ചിയും പെട്രോൾ മാസമൊക്കെ കിടപ്പുണ്ട്, മനുഷ്യരാരുണ്ട്. പിന്നെ ഇവർ കൂവി കുറുക്കി വിളിച്ചൊക്കെ ആളെ വരുത്തി. അപ്പോൾ ഈ രാത്രി വന്നാന്ന് ചോദിച്ചപ്പോൾ ഒരാളെയും കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ആളും ചെന്ന് ചോദിച്ചപ്പോൾ ആളില്ല, കവിഞ്ചി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് വലിയൊരു മരത്തിൻ്റെ മുകളിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. കാലില്ലാത്തതുകൊണ്ട് കാലിനെ പരിക്ക്. അപ്പോൾ അയാളെ കൊണ്ട് കാര്യം എനിക്കറിയാം. കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ ഏറെ കഷ്ടപ്പെട്ടതാണ് വി എ ജോർജിന്റെ കുടുംബം. 7 മക്കളും മാതാപിതാക്കളുമാണ് അന്ന് 1958 ഇടുക്കി ചെറുതോണിയിലേക്ക് കുടിയേറിയത്. ഇവരുടെ സ്വദേശം തൊടുപുഴയായിരുന്നു. അന്നൊരിക്കൽ കാട്ടാന ഇവരുടെ വീട് പൊളിക്കുകയുണ്ടായി. ഞങ്ങളുടെ വീട് ആന പൊളിച്ചു കളഞ്ഞതാണ്. അതിൽ നിന്ന് 4 മക്കളും അമ്മയും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. ആനയൊന്ന് വീട് പൊളിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ആനയ്ക്ക് വീടിനോട് ശല്യം ഉണ്ടായിട്ടല്ല. വീടിനകത്ത് ശർക്കരയോ ഉപ്പോ അടുപ്പിൽ ചാരമോ ഒക്കെ കാണുന്ന അവർക്കറിയാം. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് വീട് പൊളിക്കുന്നത്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ആൾ നശിക്കാം, മരിക്കാം, ഭയപ്പെട്ടോടി അപകടം ഉണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ഭീതിയോടെ കഴിഞ്ഞ കാലഘട്ടമാണ്. ഹൈറേഞ്ചിൽ വന്ന് ആദ്യം ജീവിച്ച ആളുകളുടെ ഭീതി ഇന്ന് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മയും 4 മക്കളും വീട്ടിലുണ്ട്. അപ്പൻ മറ്റൊരു സ്ഥലത്ത് കൃഷി നോക്കാനായിട്ട് കാവൽ കിടക്കാൻ, എറുമാടത്തിൽ കാവൽ കിടക്കാൻ പോയിരിക്കുകയാണ്, വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അമ്മയും 4 കൊച്ചുമക്കളും ഉള്ളൂ. മൂത്ത കുട്ടിക്ക് 10 വയസ്സിൽ താഴെ പ്രായം. അപ്പോൾ രാത്രി വന്ന് ആന വീട് വലിച്ചു പൊളിക്കുകയും അതിൻ്റെ സൗണ്ട് കേൾക്കുകയും ചെയ്തപ്പോൾ ആന വന്നിട്ടുണ്ടെന്നും വീട് തകർക്കുകയാണെന്നും അമ്മയ്ക്ക് മനസ്സിലായി. ഇല്ലികൊണ്ട് നിർമ്മിച്ച വീടായതുകൊണ്ട് പിന്നെ സൗണ്ടുണ്ട്. അപ്പോൾ ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞുങ്ങളെയും വിളിച്ച് അമ്മ അടുത്ത വീട്ടിലേക്ക്, 2 കുഞ്ഞുങ്ങളെ 2 വശത്തും മൂത്ത കുട്ടിയോട് അടുത്ത കുട്ടിയെ പിടിക്കാനും പറഞ്ഞ് അമ്മ ആ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. പോയ വഴിക്ക് അമ്മ വീണു. അവിടുന്ന് എണീറ്റ് തൊട്ടടുത്ത വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു, നമുക്ക് ഇവിടെയും നിൽക്കണ്ട. അവരും ഉണർന്നിരുന്നു. ഇവിടെയും നിൽക്കേണ്ട, അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് 3ാമത്തെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം ആ അടുത്ത വീട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടി ലൈറ്റും തോക്കും ഒക്കെ ആയി വന്നു. ആന എപ്പോഴത്തേക്കും ലൈറ്റ് വെട്ടവും ആൾ സഞ്ചാരവും കണ്ടപ്പോൾ ആന ഇറങ്ങിപ്പോയി. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പാറയ്ക്ക് ചുറ്റും പിന്നെ വയലുകളാണ്. ഈ വയലുകൾ, ഒരു വശത്ത് വയലുകൾ, ഈ വയലുകളുടെ കരയിൽ അവിടെ പറയുന്ന പൂവം മരങ്ങൾ, വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ മുകളിൽ മുഴുവൻ ആറ്റക്കിളികൾ കൂടുകെട്ടിയിരുന്നു. ഈ ആറ്റക്കിളിക്കൂട്ടിൽ നോക്കിയിരിക്കുക, ആറ്റക്കിളികൾ വന്ന് അതിൽ പറന്നിരിക്കുക. ഒന്നാമത് ആ കിളിക്കൂട് തന്നെ ഒരുതരം ശില്പഭംഗിയുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ്. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഈ പാടങ്ങളിൽ പച്ചത്തത്തകൾ വന്നിട്ട് കതിര് പെറുക്കാൻ വേണ്ടി വരുന്നു, കൂട്ടത്തോടെ വരുന്നു, ഒച്ചയുണ്ടാക്കി വരുന്നു. ആ കാഴ്ച. ആ പാടത്തിൻ്റെ നടുവിൽ മാടങ്ങൾ, കാവൽ മാടങ്ങളുണ്ട്. ആ കാവൽ മാടങ്ങളിൽ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തട്ടിൽ ഇരുന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അല്ലെങ്കിൽ അതുപോലെയുള്ള അയൽവാസികളായ ഞങ്ങളുടെ പ്രായത്തിലുള്ള കൊച്ചു കുട്ടികളും ചേർന്ന് ഇടയ്ക്കിടെ പോയിരിക്കും. എന്നിട്ട് പാട്ടയിൽ ഒരു വടി കൊണ്ട് ആഞ്ഞടിക്കും. അപ്പോൾ അത് ഈ ആറ്റക്കിളികളെ, ഓടി വരുന്ന ആറ്റക്കിളികളെ ആട്ടിപ്പായിക്കാനാണ്. ആ പാടത്തിൽ പക്ഷെ ബാക്കി സമയം ഈ മാടം ഒരു വലിയ തണലും താങ്ങുമായി നിൽക്കുന്ന ഒരു താവളമായി ഞാൻ പ്രകൃതിയെ കാണാനും മഴ കാണാനും കാറ്റാസ്വദിക്കാനും വെയിൽ കാണാനും എല്ലാം ചെലവഴിച്ചിരുന്നു. ജന്മാന്തരങ്ങളായി മരുപ്പച്ച തേടി അനുസ്യൂതം തുടരും